ലക്ഷം രൂപക്കാണ് എന്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? സാധാരണക്കാരന്റെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് അടിപൊളിയായിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത വീടിന്റെ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ തൃശൂർ ജില്ലയിലെ ചാവക്കാട് പാലയൂരുള്ള ഷഹീർ ഷർഫീന ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഇസ ബിൽഡ് സ്റ്റുഡിയോ 12 ലക്ഷം രൂപക്ക് പണി കഴിപ്പിച്ച വീടാണ് കേട്ടോ ഇത്. ഏകദേശം 3.25 സെന്റ് സ്ഥലത്ത് 730 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ ഒരു കുഞ്ഞു സ്വർഗം തന്നെ പറയാട്ടോ. അത്രയും മനോഹരമായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് പെയിന്റിംഗ് ഒക്കെ വരുന്നത്. പെയിന്റിംഗിൽ എടുത്തു പറയേണ്ടത് മെയിൻ ആയിട്ട് ടെക്സ്റ്റർ ഡിസൈൻസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒത്തിരി വോൾ ലൈറ്റ്സും നേരെ കാണുന്ന ഭാഗത്തായിട്ട് പരഗോള ഗ്ലാസ് ഡിസൈന്, കൂടാതെ ആ കൊടുത്ത വിൻഡോ ആയാലും നമ്മുടെ സിറ്റ് ഔട്ടിന് മുകളിൽ വരുന്ന ഒരു കുഞ്ഞു റെയിലിംഗ് ഒക്കെ തന്നെ എക്സ്റ്റീരിയറിനെ പ്രത്യേക ഭംഗിയാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഔട്ടർ വോള് സെറ്റ് ചെയ്തിട്ടുള്ളത് 8 ഇഞ്ച് വരുന്ന താബൂക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടാ. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ. ഇവിടെ കുഞ്ഞു സിറ്റ് ഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് കയറാനായിട്ട് 2 സ്റ്റെപ്പാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെപ്പിലായിട്ടും സിറ്റ് ഔട്ടിന്റെ ബോർഡറിലായിട്ടും സ്ക്വയർ ഫീറ്റിന് 120 രൂപ വരുന്ന ഗ്രാനൈറ്റ് ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. പില്ലറിലായിട്ട് നമ്മുടെ എക്സ്റ്റീരിയറിന്റെ ആ ഒരു കളർ തീമിനോടൊക്കെ മാച്ച് ആക്കിക്കൊണ്ട് ടെക്സ്റ്റർ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 210, 108 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് ഇതുപോലെ 2 ചെയർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്ക് വോളായിട്ട് വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി നമ്മുടെ മെയിൻ ഡോറിലോട്ട് വരികയാണെങ്കിൽ കട്ടില് വന്നിട്ട് തേക്കിന്റെ വുഡിലാണ്. അതേപോലെ തന്നെ 2 ഡബിൾ ഡോർ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഡോർ വന്നിട്ട് മഹാഗണി വുഡിലാണ്. 2 സ്റ്റീലിന്റെ ഹാൻഡിൽസ് ഒക്കെ കൊടുത്ത് ഒരു നോർമൽ ഡിസൈനിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വോൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അകത്ത് വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. നമ്മൾ അങ്ങനെ വീട്ടിനകത്ത് എത്തിയിട്ടുണ്ട്. ഒത്തിരി ഭംഗിയായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡിസൈൻ ഒക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 ലക്ഷം രൂപക്കാണെന്ന്. സോ ഓവർ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. മറിച്ച് ഈ ഒരു 730 സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ ലിവിംഗ് ആയിക്കോട്ടെ, നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നല്ലൊരു രീതിക്കുള്ള സോഫ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയും 2 ബെഡ്റൂമും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല സൗകര്യത്തിൽ ഒപ്പം കാണാൻ ഭംഗിയാവുന്ന തരത്തിൽ കുഞ്ഞു കുഞ്ഞു ഇന്റീരിയർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാക്കിയിട്ട് ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. 4x2 ആണ് വരുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 38 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. 276, 228 സൈസ് ആണ് ഈ ഒരു ലിവിംഗിന്റെ ഭാഗം വരുന്നത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു 3 പേർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് വരുന്നത്. ഏകദേശം 8000 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വിൻഡോ നോക്കുകയാണെങ്കിൽ UPVC സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലോട്ട് നല്ല പ്രകാശം കിട്ടുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ സെറ്റിംഗ്സ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് പ്രൊഫൈൽ ആയിട്ടും സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് കുഞ്ഞു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഇവര് കോൺക്രീറ്റിൽ ഡയറക്റ്റ് കട്ടിങ് കൊടുത്ത് ചെയ്തതാണ് കേട്ടോ. എന്നാലും ഇത്ര കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെയാലേ ഇത്രയും സൗകര്യത്തിൽ ഇത്രയും ഭംഗിയായിട്ട് വീട് വെക്കാൻ കഴിയുന്നത്? അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ഇസ ബിൽഡ് സ്റ്റുഡിയോന്റെ പ്രത്യേകത. കേരളത്തിൽ എവിടെയായിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വീട് വരെ സെറ്റ് ചെയ്ത് തരും. അപ്പൊ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ. ഇവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ ലിവിങ്ങിനും ഡൈനിങ്ങിനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു സ്പേസ് ആണെങ്കിൽ പോലും വൈറ്റ് കളറിൽ മൊത്തത്തിൽ പെയിന്റിംഗ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നല്ലോണം സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ പുറത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 ഇഞ്ചിന്റെ താബൂക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇന്നർ വോളിൽ നോക്കുകയാണെങ്കിൽ 6 ഇഞ്ചിന്റെ താബൂക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാത്റൂമിന്റെ ഭാഗത്തൊക്കെ 4 ഇഞ്ചിന്റെ താബൂക്കാണ് വരുന്നത്. ഇവിടെ നമ്മുടെ താബൂക്ക് നമ്മൾ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് എങ്കിൽ കൂടിയും ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ പ്ലാസ്റ്ററിങ്ങിന്റെ വർക്കായാലും സിമെന്റും കാര്യവും എല്ലാം നല്ല എക്സ്പെൻസീവ് ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ക്ലയന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എവിടേക്ക് ബഡ്ജറ്റ് ചുരുക്കണം, എവിടേക്ക് ബഡ്ജറ്റ് ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കയറി വരുമ്പോഴാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലിവിംഗ് ഏരിയ കണ്ടില്ലേ. കൂടാതെ ഡോർ തുറന്ന് കയറി വരുമ്പോൾ നേരെ കാണുന്ന തരത്തിലാണ് ഇവിടെ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഹോളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാഷ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ്
ചെയ്തിട്ടുള്ളത്. അവിടുന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. അപ്പൊ സ്റ്റെയറിന്റെ ഈ ഒരു സ്പേസിലായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ജസ്റ്റ് ഒരു വർക്കിംഗ് സ്പേസും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റെയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ ഒതുങ്ങിയ ഒരു ഡിസൈൻ ആണ്. പക്ഷെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ലോണം ഈ ഹോളിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ വരുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 40-41 രൂപ റേഞ്ച് വരുന്ന ടൈലാണ്. നമ്മൾ ഹാൻഡ് റെയിലോട്ട് വരികയാണെങ്കിൽ GI ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ ഏകദേശം ഒരു 15,000 രൂപയാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പറഗോള ഡിസൈൻ. അതിന് അവിടെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ്. അതേപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വോൾ ലൈറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്ക് തന്നെ വലിയൊരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എക്സ്റ്റീരിയറിന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇനിയിപ്പോ നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സീലിംഗിലായിട്ട് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സീലിംഗ് ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇവര് ഷീറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് നമുക്ക് ഉള്ളിൽ നിന്ന് ഹൈഡ് ആവുന്ന രീതിക്കാണ് ഈ ഒരു സീലിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ഏകദേശം ഒരു 10,000 രൂപയൊക്കെയാണ് കേട്ടോ ആയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിന്റെ ഭാഗം വരുന്നത് 287-344 സൈസിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയക്ക് ഉള്ള സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിലാണ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ്. 4 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ നമ്മുടെ ചെയർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ കുഞ്ഞൊരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയർ ഇട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ സ്പേസ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡൈനിങ്ങിൽ നിന്നും അതേപോലെ തന്നെ ലിവിംഗിൽ നിന്നും നമുക്ക് TV കാണാൻ പറ്റുന്ന തരത്തിലാണ് TV യൂണിറ്റിന്റെ സെറ്റിംഗ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഇതേപോലെ ഡ്രോയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു TV യൂണിറ്റിന്റെ ഈ ഒരു ഡ്രോയർ ഇല്ലേ, ഇതും അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കബോർഡ് വർക്കിനും കൂടി ആയിട്ടുള്ളത് ഏകദേശം ഒരു 40,000 രൂപയാണ് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു 12 ലക്ഷം എന്ന് പറഞ്ഞ ബഡ്ജറ്റിൽ അത് വരുന്നില്ല. ആ ഒരു ബഡ്ജറ്റ് ഇൻക്ലൂഡ് ചെയ്യാതെ കൺസ്ട്രക്ഷൻ വർക്കിനാണ് കേട്ടോ ഈ 12 ലക്ഷം രൂപ ആയിട്ടുള്ളത്. അപ്പൊ ഏകദേശം അതൊക്കെ കൂട്ടിയാൽ ഒരു 13 ലക്ഷത്തിന് ഉള്ളിലെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നുള്ളേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വാശേരിയും അതേപോലെ തന്നെ ഈ ഒരു ബാത്റൂം ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ വാശേരിയിലോട്ട് വരികയാണെങ്കിൽ ഇതുപോലെ ബാക്ക് വോളിലായിട്ടും സൈഡ് വോളിലൊക്കെ ആയിട്ട് ഇതുപോലെ ടൈല് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന പ്രിന്റഡ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ LED ലൈറ്റിംഗ് മിറർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റിൽ ഒരു ബ്ലാക്ക് കളറിൽ ഡിസൈൻ വരുന്ന വാഷ് ബേസിൻ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ ആയിട്ട് ഇതേപോലെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കോമൺ ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇവിടെ ഷോ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വാഷ് ബേസിന്റെ അവിടെ കണ്ടില്ലേ ആ ഒരു ടൈൽ തന്നെയാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. 316-294 സൈസിലാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ബെഡ്റൂംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കോട്ടിന്റെയും അതുപോലെ തന്നെ വാർഡ്രോബിന്റെയും ഈ ഒരു മിററിന്റെ ഒക്കെ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു കോംബോ ആയിട്ട് എടുത്തതാണ്. ഏകദേശം 27,000 രൂപയാണ് കേട്ടോ ഈ സെറ്റിനായിട്ടുള്ളത്. വുഡൻ ബൈ തീമിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വാർഡ്രോബ് വന്നിട്ടും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മിറർ യൂണിറ്റിന്റെ സ്പേസും വരുന്നുണ്ട്. ഈ റൂമിലായിട്ട് നമ്മുടെ വിൻഡോസിലായിട്ട് നോക്കുകയാണെങ്കിൽ കർട്ടൻ ചെയ്തിട്ടുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. അപ്പൊ അതൊന്ന് നോക്കല്ലേ. ഈ ബാത്റൂം വന്നിട്ട് നല്ല സൗകര്യത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വാഷേരിയന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോളിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ബെഡ്റൂമും നല്ല സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് തന്നെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ റെഡിമെയ്ഡ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നോക്കിയാൽ സ്റ്റോറേജിന് പറ്റിയ രീതിക്ക് തന്നെ ഒരു സ്പേസും വരുന്നുണ്ട് കേട്ടോ. 280-330 സൈസിലാണ് കേട്ടോ ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ഒരു കിച്ചണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ആവശ്യത്തിന് സ്റ്റോറേജ് ഒക്കെ കൊടുത്ത് ഒരു അടിപൊളി കളർ തീമിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. 388-264 ആണ് കേട്ടോ കിച്ചണിന്റെ സൈസ്. മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടെ നമ്മുടെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ ടൈല് ചേഞ്ച് വരുന്നുണ്ട്. മാറ്റ് ആണ്. അതിന് മാച്ച് ആക്കിക്കൊണ്ട് നല്ല ഗ്ലോസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വോള് മൊത്തത്തിൽ ടൈല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ L ഷേപ്പിലായിട്ടാണ് നമ്മുടെ റാക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റെപ്പിൽ കണ്ടിരുന്ന ആ ഒരു സെയിം
സെയിം ഗ്രാനൈറ്റിനാണ് ഇവിടെ കൗണ്ടർ ടോപ്പിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ഏരിയ വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ നമ്മുടെ സിങ്കിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോന്നിനും അത് ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലോട്ട് വെന്റിലേഷൻ അത്യാവശ്യമല്ലേ, സോ രണ്ട് ഭാഗത്തായിട്ടും ഇതേപോലെ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ക്യാബിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഗ്ലാസ് ഡോർ കൊടുത്തിട്ടും ചെയ്തിട്ടുണ്ട്. അതേ രണ്ട് ഭാഗത്തായിട്ട് ഗ്ലാസ് ഡോർ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓപ്പൺ ആയിട്ടൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലുപരി വേണമെങ്കിൽ ഒത്തിരി സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ ഇത്രയും മനോഹരമായിട്ട് ഒരു വീട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റീരിയറിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചണിന്റെ കബോർഡും അതേപോലെ തന്നെ ആ ഒരു TV യൂണിറ്റ് ഏകദേശം ഒരു 40,000 രൂപ. അപ്പൊ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് എന്തായാലും ഒരു 13 ലക്ഷത്തിനുള്ളിൽ ഇത്രയും അടിപൊളിയായിട്ട് ഒരു വീട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ ചെയ്യണം. ബൈ.